എന്തായാലും എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കണ്ടപ്പോഴേ നിനക്ക് സന്തോഷമായല്ലോ. സാഗറിന്റെ കുഞ്ഞിനെ നിങ്ങൾക്കൊരിക്കലും സ്വന്തം പേരക്കുട്ടിയായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കുമാണ് സന്തോഷം. ഒരു കുഞ്ഞിനെ, അതും ജനിക്കാത്ത ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഒരുമാതിരിപ്പെട്ട ആർക്കും കഴിയില്ല. എത്ര ശത്രുതയുണ്ടെങ്കിലും പെണ്ണായി പിറന്ന ആരും അത് ചെയ്യില്ല. മനുഷ്യത്തുള്ള ആണുങ്ങളും ചെയ്യില്ല. പക്ഷെ നിങ്ങളും ഇവളും നിങ്ങളുടെ മോശം അനന്തരവനും ഒക്കെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. നീ കൂടുതലൊന്നും പറയണ്ട. തുരുമ്പ് പിടിച്ച മനസ്സാ നിന്റേത്. അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. അതേ മാനസികാവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവണം. നിങ്ങളുടെ രണ്ടാളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള തിരിച്ചടി തരുമ്പോ അത് രണ്ട് കൈ നീട്ടി പുഞ്ചിരിയോടെ സ്വീകരിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണം. ആ അല്ല, ഞാൻ ഏതാണ്ട് കലക്കി കൊടുത്തിട്ടാണ് മഞ്ജുന്റെ കുഞ്ഞു പോയെന്ന് ഇങ്ങോട്ട് വന്നു കയറിയപ്പോ പറഞ്ഞായിരുന്നല്ലോ. വീണ്ടും അത് തന്നെയാണ് പറയാൻ പോകുന്നെങ്കിൽ മോളുടെ കുഞ്ഞിനെ ഞാനാണ് കളഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ അവളുടെ അമ്മയല്ലേ, കൊണ്ടുപോയി കേസ് കൊടുക്ക്. പോലീസ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തട്ടെ. അങ്ങനെ അന്വേഷണം നടന്നാൽ നീ പ്രതിയായിട്ട് വരും. അത്രയ്ക്ക് ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കാം. യഥാർത്ഥ പ്രതി ആരാണെന്ന് പിന്നെ ആ കേസ് അന്വേഷിക്കുമ്പോ അവര് പറയട്ടെ. ഞങ്ങൾക്കത് പേടിയൊന്നുമില്ല. പോലീസ് അന്വേഷണത്തെ നീ ഭയന്നാ മതി. ആ, എനിക്ക് ഭയമില്ല. അതുകൊണ്ടല്ലേ ഞാൻ കേസ് കൊടുക്കാന്ന് പറഞ്ഞേ. സാഗറും കണ്ണേട്ടനും ഒന്നിങ്ങോട്ട് വരട്ടെ. അത് കഴിഞ്ഞ് അവരോട് ആലോചിച്ചിട്ട് എന്ത് വേണമെന്ന് മഞ്ജു തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അവക്ക് രാവിലെ കൊടുത്ത ചായയില് എന്താ കലർത്തിയെന്ന് പോലീസുകാര് തന്നെ കണ്ടുപിടിക്കട്ടെ. അതെന്തിനാ പോലീസുകാര് പറയുന്നത്? ഡോക്ടർമാർ അവളെ നോക്കിയതല്ലേ, അപ്പോ അവര് പറഞ്ഞു കാണുമല്ലോ അവളുടെ വയറ്റിൽ എന്താ പോയതെന്ന്. അതിനെപ്പറ്റിയൊന്നും ഡോക്ടർമാര് പറഞ്ഞില്ല. ഇനി അത് കേസായ ലാബ് റിസൾട്ടൊക്കെ പരിശോധിച്ച് അവര് കൃത്യമായ കാര്യം പറയും. പറഞ്ഞോട്ടെ. അങ്ങനെ പറയുമ്പോ നിന്നെ നിന്റെ നാത്തൂൻ വെറുത്തോളൂ. ഈ കേസില് നീ തന്നെയാ പ്രതി. അതെ, അത് തന്നെ. നിനക്കില്ലാത്ത ഭാഗ്യം എന്റെ മോൾക്കും വേണ്ടാന്ന് നീ അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെയാ അവളുടെ കുഞ്ഞു പോയത്. അതാണ് സത്യം. നീ വാ മോളെ. മോളെ, ഇനി അവളെങ്ങാനും കൊണ്ടുപോയി കേസ് കൊടുത്താ നമ്മള് കുടുങ്ങും മോളെ. എങ്ങനെ കൊടുങ്ങാനാ? ആ വൈദ്യർ തന്ന മരുന്ന് എന്റെ ഉള്ളില് പോയിട്ട് ഡോക്ടർമാർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തോ ഉള്ളില് പോയിട്ടുണ്ടെന്നേ അവർക്കറിയാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ എനിക്ക് മറുമരുന്ന് തരാൻ വേണ്ടിട്ട് ഉള്ളില് പോയ മരുന്നിനെ പറ്റി അച്ഛനും മുത്തശ്ശിയും കൂടി ഡോക്ടറോട് പറഞ്ഞപ്പോഴാ അവരപകടം അറിഞ്ഞത്. മോളെ, അപ്പോ കേസിന് പോയാലും നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അല്ലേ? കുഴപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവള് പോലീസിനോട് സത്യം പറഞ്ഞാ പോലും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓ, എനിക്ക് അത് മതി മോളെ. ഇപ്പൊ നമ്മുടെ മുൻപില് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചവളുണ്ടല്ലോ, ഭർത്താവിന്റെ ബോഡി കൊണ്ടുവരുമ്പോ കരഞ്ഞ് നിലവിളിക്കാനാ പോകുന്നെ. അത് വേണം മോളെ. എനിക്കവളുടെ കണ്ണീര് കാണണം. ഇപ്പൊ കണ്ടില്ലേ വേറൊരുത്തി കരയുന്നത്? സ്വന്തം മോളാണെങ്കിലുവേ അവൾ അതുപോലെയാ നമ്മളെയെല്ലാം അപമാനിച്ചിട്ട് സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത്. അവന്റെ നിലയും ഗുരുതരവാ. അവനും ചിലപ്പോ രക്ഷപ്പെടത്തില്ലായിരിക്കും അമ്മേ. രക്ഷപ്പെടരുത് മോളെ. ഇനിയിപ്പൊ അവൻ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് വന്നാലും ശരി, മേഘൻ അവനെ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല.
കണ്ണം പോയ പോലെ തന്നെ മേഘനെ സംബന്ധിച്ചിടത്തോളം സാഗറും ഇവിടുന്ന് പോയേ പറ്റൂ.